ഹായ് ഓൾ. അപ്പോൾ ഡേ 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡേ 1ൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനനുസരിച്ചിട്ട് വേണം ഇനി യൂട്യൂബ് ചാനൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടോപ്പിക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഡിജിറ്റൽ ഹോമാണ് നമ്മളെ യൂട്യൂബ് ചാനൽ. അതിന് വേണ്ടിയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ടോപ്പിക് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്രിയേറ്റ് യുവർ യൂട്യൂബ് ചാനൽ. ഗൂഗിളിൽ സൈൻ ചെയ്തിട്ട് വേണം ഇത് ക്രിയേറ്റ് ചെയ്യാൻ. പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ചാനൽ കൊടുക്കാം. പിന്നെ വേണ്ടത് ചാനലിന് ഒരു നെയിം നമ്മൾ കണ്ടുപിടിക്കണം. സിമ്പിൾ ആയിട്ടുള്ള ക്യാച്ച് ആയിട്ടുള്ള കണ്ടന്റിനോട് റിലവൻ്റ് ആയിട്ടുള്ള ഒരു നെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അതിൽ കീവേഡ്സും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ മറ്റുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ പോയിട്ട് നമ്മളിത് അവൈലബിൾ ആണുള്ളതൊന്ന് വേറെ എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള നെയിം തന്നെ കോമൺ നെയിം ആണുള്ളതൊക്കെ ഒന്ന് നോക്കണം. പിന്നെ പ്രൊഫൈൽ പിക്ചർ ആദ്യം ഒന്ന് സെറ്റാക്കി വെക്കണം. നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് വേണം. എല്ലാ പ്ലാറ്റ്ഫോംസിലും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിലും ഒരേ സെയിം പ്രൊഫൈൽ പിക്ക് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ പേഴ്സണൽ ബ്ലോഗ് ആണോ ഒരു ബിസിനസ് ആണോ എന്നുണ്ടെങ്കിൽ അതായത് ലോഗോ ക്രിയേറ്റ് ചെയ്യാനോ പേഴ്സണൽ നമ്മളുടെ സെയിം ഫോട്ടോ തന്നെ യൂസ് ചെയ്യണോ എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കുക. പിന്നെ ഒരു ബാനർ യൂട്യൂബ് ചാനലിന് വേണ്ടി വരുന്നൊരു ഇതാണ്. യൂട്യൂബ് ചാനലിന് ഒരു ബാനർ ക്രിയേറ്റ് ചെയ്യാൻ ഐഡിയൽ സൈസ് നിങ്ങൾക്ക് കാണാനാവും. പിന്നെ ചാനലിൻ്റെ തീമിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ബാനർ ക്രിയേറ്റ് ചെയ്യുക. അതിൽ ടാഗ് ലൈൻ ഇൻക്ലൂഡ് ചെയ്താൽ നന്നാകും. ചാനലിന് ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അതായത് നിങ്ങൾ ആരാണെന്നുള്ളതും എന്ത് കണ്ടന്റാണ് ചെയ്യാൻ പോകുന്നതുള്ളതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റാണ് ഡിസ്ക്രിപ്ഷനിൽ. അതിൽ കീവേഡ്സ് യൂസ് ചെയ്താൽ നല്ലതാണ്. സോഷ്യൽ മീഡിയ ലിങ്ക്സും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതിലൊക്കെ കൊടുക്കുക. പിന്നെ ചാനൽ എന്ത് വേണം, കസ്റ്റമൈസ് ചെയ്യണം. കണ്ടന്റ് പ്ലേലിസ്റ്റ് സെക്ഷൻസ് ആഡ് ചെയ്യുക. ഏതൊക്കെ ടോപ്പിക്സ് ആണെന്നുള്ളതെല്ലാം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ടാസ്കിലെ ടൈം ആയിട്ടുണ്ട്. ആദ്യം അപ്പോൾ നമുക്ക് നമ്മളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ക്രിയേറ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ചാനൽ. കസ്റ്റമൈസ് ചാനലിൽ വന്നിട്ട് ഇവിടെ പ്രൊഫൈൽ, ഇവിടെയാണ് നമ്മളുടെ പ്രൊഫൈൽ പിക്ചർ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് അപ്ലോഡ് ചെയ്യാം. ഈ കമ്പ്യൂട്ടറിൽ പോയിട്ട് ഇമേജ് നമ്മൾ റെഡിയാക്കി വെക്കുക. ഇവിടുന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ വരുന്നതാണ് ബാനർ ഇമേജ്. നമ്മൾ ക്യാൻവയിൽ പോയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ക്യാൻവയിൽ യൂട്യൂബ് ബാനർ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ടൊരു ബാനർ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. യൂട്യൂബ് ബാനർ എന്ന് ഇവിടെ സെർച്ച് ചെയ്യാം. ബാനറിൻ്റെ മോഡൽസ് ഉണ്ടാവും ഇവിടെ എല്ലാം. യൂട്യൂബ് ബാനർ എന്ന് ഇവിടെ വാട്ട് യു വുഡ് ലൈക്ക് ടു ക്രിയേറ്റ് എന്നുള്ള അവിടെ യൂട്യൂബ് ബാനർ എന്ന് സെർച്ച് ചെയ്യാം. യൂട്യൂബ് ബാനർ വന്നു കഴിഞ്ഞ് അപ്പോൾ ഇതിൽ ഒരുപാട് മോഡൽസ് ഉണ്ടാവും. യൂട്യൂബ് ബാനറിന് മോഡൽസ്. അപ്പോൾ നിങ്ങളുടെ എന്ത് കണ്ടന്റ് ആണോ അത് ചൂസ് ചെയ്തിട്ട് നല്ലൊരു ബാനർ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ ഇവിടെ പേരും ഇതും എഡിറ്റ് ചെയ്യുക. ടെക്സ്റ്റൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെംപ്ലേറ്റ്സ് നമുക്ക് യൂസ് ചെയ്തിട്ട് ഇതിൽ ചേഞ്ചസ് വരുത്തിയാൽ മതി. ഇമേജസ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. കാര്യങ്ങൾ എടുത്തിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ ബാനറായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. നെയിം ചൂസ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ, ക്ലിയർ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും ആഡ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഇത് പബ്ലിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സ് മനസ്സിലായെന്ന് കരുതുന്നു. നെയിം ചൂസ് ചെയ്യണം. പിന്നെ പ്രൊഫൈൽ പിക്ചർ, യൂട്യൂബ് ബാനർ, ഡിസ്ക്രിപ്ഷൻ കീവേഡ് അനുസരിച്ചിട്ടൊക്കെ എഴുതിയാൽ പെട്ടെന്ന് ആളുകൾക്ക് അതിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ടാസ്കിനുള്ള സമയമായിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുടെ ടോപ്പിക്ക് സെലക്ട് ചെയ്തു. ഇന്ന് വേണ്ടത് നിങ്ങൾ എന്ത് നെയിമാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് കൊടുക്കാൻ പോകുന്നത് അതൊന്ന് കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ.